ഹലോ ഫ്രണ്ട്സ്, വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, BFA, ബിവറേജ് LD പോലുള്ള 10th ലെവൽ എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. 2025 G20 ഉച്ചകോടിക്ക് വേദിയായത് ഏത് രാജ്യമാണ്? സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ വെച്ചാണ് 2025 G20 ഉച്ചകോടി നടന്നത്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അമേരിക്കയിലെ മിയാമിയാണ്. 2026 21ാമത് G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അമേരിക്കയിലെ മിയാമി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? ആൻസർ ഓപ്ഷൻ സി, 2013 മാർച്ച് 31. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് 2013 മാർച്ച് 31. അടുത്ത ക്വസ്റ്റ്യൻ, സമപന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമികൾ. സമപന്തിഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, 2, 4. ബുഷ്മൻ, ത്വാരക് എന്നത് ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങളാണ്. ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതൊക്കെയാണ്? ബുഷ്മൻ, ത്വാരക്. അടുത്ത ക്വസ്റ്റ്യൻ, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി. ആൻസർ ഓപ്ഷൻ ബി, കൈലാസ് സത്യാർത്ഥി. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി, പുറനാനൂറ്. എന്താണ്? മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഇത് ഏത് സംഘകാല കൃതിയിലെ വരികളാണ്? പുറനാനൂറ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ആൻസർ ഓപ്ഷൻ എ, മൂലധനം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, കിലിയൻ എംബാപ്പെ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കാണ്? കിലിയൻ എംബാപ്പയ്ക്കാണ്. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഖത്തറാണ്. 2026 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? അമേരിക്ക,
കാനഡ, മെക്സിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം. ആൻസർ ഓപ്ഷൻ എ ഐസൺ. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം ഏതാണ്? ഐസൺ. അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പാർമ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമ. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. ആൻസർ ഓപ്ഷൻ ഡി 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ആൻസർ ഓപ്ഷൻ എ 30 ഡിഗ്രി. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രി. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ആൻസർ ഓപ്ഷൻ ബി കരേവ. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? കരേവ. അടുത്ത ക്വസ്റ്റ്യൻ കൃഷി അധിഷ്ഠിത വ്യവസായം. ആൻസർ ഓപ്ഷൻ എ പഞ്ചസാര വ്യവസായം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ആൻസർ ഓപ്ഷൻ ബി വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? വിശാഖപട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ആൻസർ ഓപ്ഷൻ ഡി ഷിപ്കില. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. ആൻസർ ഓപ്ഷൻ സി കൽക്കരി. കൽക്കരി പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2 എന്നിവ മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് സംസ്ഥാന പാതകൾ. എന്താണ്? ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഏതാണ്? സംസ്ഥാന പാതകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ ബി 1986. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായത് 1986. അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്?
ആൻസർ ഓപ്ഷൻ എ രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? ആൻസർ ഓപ്ഷൻ ബി അഹമ്മദാബാദ് സത്യാഗ്രഹം. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം. ഏത് വർഷമായിരുന്നു? 1918 അഹമ്മദാബാദ് സത്യാഗ്രഹം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? ആൻസർ ഓപ്ഷൻ എ ഗൈഡിലിയു. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലിയുനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ 1922. 1922 ചൗരി ചൗര സംഭവം നടന്നത്. ചൗരി ചൗര ഉത്തർപ്രദേശിലാണ്. ഗാന്ധിജി ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഫസൽ അലി. 1953 രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. മലയാളിയായ സർദാർ KM പണിക്കർ, ഹൃദയനാഥ ഗുൻസ്രു എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. ആരൊക്കെയാണ്? ചെയർമാൻ ഫസൽ അലി, മലയാളിയായ സർദാർ KM പണിക്കർ, ഹൃദയനാഥ ഗുൻസ്രു അഥവാ HN ഗുൻസ്രു എന്നിവരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? ആൻസർ ഓപ്ഷൻ സി വിനോബ ഭാവെ. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആചാര്യ വിനോബ ഭാവെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ എ അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി? ആൻസർ ഓപ്ഷൻ ബി
CK ലക്ഷ്മൺ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മൺ. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് CK ലക്ഷ്മൺ പങ്കെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ആൻസർ ഓപ്ഷൻ ബി 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഉയരം എത്രയാണ്? 2695 മീറ്റർ. ഏത് ജില്ലയിലാണ് ആനമുടി? ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ബി 14. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്? 14. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ ഡി 2005. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് 2005 ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ സി 1994. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? 1994. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ ഒറ്റപ്പാലം. 1921 ഒറ്റപ്പാലം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം ആണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് 1921 ഒറ്റപ്പാലം സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺ നീചഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെൺ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ബി പ്രേംജി. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? പ്രേംജി അഥവാ MP ഭട്ടതിരിപ്പാടാണ്. പ്രേംജി അഥവാ MP ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് ഋതുമതി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് ആരാണ്? MR ഭട്ടതിരിപ്പാടാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് ആരാണ്? MR ഭട്ടതിരിപ്പാട്. ഋതുമതി പ്രേംജിയുടെ നാടകമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം MR ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഏത് വർഷമാണ്? 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് GP പിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ഡി കുമാരഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂർ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി. 1904 അധസ്ഥിതർക്കു മാത്രമായി വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ, കയ്യൂർ സമരം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ ബി 1941 മാർച്ച് 28. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 മാർച്ച് 28. കയ്യൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി AK ഗോപാലൻ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് AKG ആണ്. ഏത് വർഷമാണ്? 1936 AKG പട്ടിണി ജാഥ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി
സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. ഏതൊക്കെയാണ്? സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, മാഡം ബിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ബിക്കാജി കാമ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ എ, സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കണം? റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആവാം. എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്നത്? റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ ഡി, വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ എ, ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം. ആനന്ദമഠം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ സി, 16-ാം വകുപ്പ്. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന വകുപ്പ് ഏതാണ്? 16-ാം വകുപ്പാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന വകുപ്പ് ഏതാണ്? 16-ാം വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി, 1950 ജനുവരി 26. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി, ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ടത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, 2, 4 എന്നിവ ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. മൗലിക അവകാശം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്?
അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദ അർഹമാണ്. അതായത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിച്ച് നേടിയെടുക്കാവുന്നതാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ആൻസർ ഓപ്ഷൻ ബി, കോമ്പല്ല്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ലാണ്. ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. ആഹാരം ചവച്ചരക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം, അഗ്രചർവണകം എന്നിവ. ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല്. ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ല്. ആഹാരം ചവച്ചരക്കാൻ സഹായിക്കുന്നവയാണ് ചർവണകം, അഗ്രചർവണകം എന്നിവ. ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വൃക്ക. ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക. അടുത്ത ക്വസ്റ്റ്യൻ, അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം. ആൻസർ ഓപ്ഷൻ എ, ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ എ, ഉഷസ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉഷസ്. അടുത്ത ക്വസ്റ്റ്യൻ, തൊണ്ടമുള്ളിന് കാരണമാകുന്ന രോഗാണു. ആൻസർ ഓപ്ഷൻ ബി, ബാക്ടീരിയ. തൊണ്ടമുള്ള് അഥവാ ഡിഫ്തീരിയക്ക് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഉജ്ജ്വല. സങ്കര ഇനം പച്ചമുളകാണ് ഉജ്ജ്വല. അടുത്ത ക്വസ്റ്റ്യൻ, ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, തണ്ട്. ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? ആൻസർ ഓപ്ഷൻ എ, കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നിയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി, മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മേധാ പട്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കാർബൺ ഡയോക്സൈഡ്. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, അമോണിയം ക്ലോറൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക. ആൻസർ ഓപ്ഷൻ എ, തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്. ആൻസർ ഓപ്ഷൻ സി, കാൽസ്യം കാർബണേറ്റ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം. ഹൈഡ്രജൻ, കാർബൺ എന്നിവയാണ് ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്? ആൻസർ ഓപ്ഷൻ ബി, മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഘർഷണബലം. ഘർഷണബലം സമ്പർക്ക ബലമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ആൻസർ ഓപ്ഷൻ എ, ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. ആൻസർ ഓപ്ഷൻ സി, വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? വികിരണം. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആൻസർ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നാളെ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.